ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നല്ല പറയേണ്ടത്, മറിച്ച് അറബിക് ഗോൾഡൻ ഏജ് എന്നാണെന്നും അറബികൾക്കിടയിൽ ഉണ്ടായ നവോത്ഥാനത്തിൽ ഇസ്ലാമിന് പങ്കൊന്നുമില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ഒരു യമു പറയുന്നത് കേട്ടു. എന്താണ് പ്രതികരണം? ഇസ്ലാമിൻ്റെ സംഭാവനകൾ ഒന്നും സമ്മതിക്കാൻ കഴിയില്ല എന്നും യഥാർത്ഥത്തിൽ അറബികൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടായ ഒരു നവോത്ഥാനം മാത്രമാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നെല്ലാം പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നത് എന്നും അന്നത്തെ ശാസ്ത്രീയമായ വളർച്ചക്കൊന്നും ഇസ്ലാം ഒരു സംഭാവനയും ചെയ്തിട്ടില്ല എന്നും ഇസ്ലാം ഒരു പ്രാകൃതമായ മതം മാത്രമാണെന്നും അങ്ങനത്തെ ഒരു സയൻറ്റിഫിക് ടെമ്പറൊന്നും തന്നെ ഇസ്ലാമിക ലോകത്തിൻ്റെ സംഭാവനയായി ഉണ്ടായിട്ടില്ല എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് കുറച്ച് കാലമായി കേരളത്തിൽ മാത്രമല്ല പുറത്തും നോർത്ത് ഇന്ത്യയിലെല്ലാം നോർത്ത് അമേരിക്കയിലെല്ലാമുള്ള എക്സ് മുസ്ലിം സംഘടനകൾ വളരെ സജീവമായി രംഗത്തുണ്ട്. സത്യത്തിൽ ചരിത്രത്തെ പൂർണ്ണമായി തമസ്കരിച്ചു കൊണ്ടല്ലാതെ ഇത്തരം വാദങ്ങളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാം എതിർപക്ഷത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് വംശീയതയും ഇസ്ലാം വിരുദ്ധ വർഗീയതയുമെല്ലാം തലക്ക് പിടിച്ച തങ്ങൾ മുമ്പ് മുസ്ലിങ്ങളായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർക്ക് കണ്ണ് കാണാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇവർ സത്യത്തിൽ മോറിസ് ലൊംബാർഡ് എഴുതിയ ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട്. ഫ്രഞ്ച് ചരിത്രകാരനാണ് ലൊംബാർഡ്. 2009 പുറത്തിറങ്ങിയ ആ പുസ്തകം ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്നാണ് പറയുന്നത്. അഥവാ ഇസ്ലാമിൻ്റെ ഗോൾഡൻ ഏജ്. എന്തുകൊണ്ടാണതങ്ങനെ? അറബികൾക്കിടയിൽ ഉണ്ടായ ഒരു കേവലമായ നവോത്ഥാനം അല്ല അത്. മറിച്ച് ചരിത്രത്തെ പരിശോധിക്കുവാനും ചരിത്രത്തിലുണ്ടായ ഉത്ഥാന പതനങ്ങളെയെല്ലാം അളക്കുവാനുമെല്ലാം ചരിത്ര പഠന ശാസ്ത്രത്തിന് അതിൻ്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു പ്രദേശത്ത് പെട്ടെന്നൊരു വളർച്ചയുണ്ടാകുന്നു. ആ വളർച്ചയ്ക്ക് പിന്നിലുള്ളത് എന്താണ്? ഇത് പഠിച്ചിട്ടാണ് പണ്ഡിതന്മാർ അത് ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഗോൾഡൻ ഏജ് ഓഫ് അറബ്സ് എന്നല്ല പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ഇസ്ലാമിൻ്റെ ആഗമനം തന്നെയാണ്, ഇസ്ലാമിക പ്രമാണങ്ങളാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ലോകത്ത് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾക്ക് പിൽക്കാലഘട്ടത്തിൽ കാരണമായ ബീജങ്ങളെല്ലാം വിതക്കുവാൻ മുസ്ലിം ലോകത്തെ പ്രാപ്തമാക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം ചരിത്രത്തെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ചിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആർക്കും തന്നെ തമസ്കരിക്കാൻ കഴിയാത്ത കാര്യമാണത്. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രപഞ്ച പഠനത്തിന്, ചിന്തയുപയോഗിക്കാൻ, മനസ്സിലാക്കാൻ, ചുറ്റുപാടുകളെക്കുറിച്ച് അറിയാൻ, അങ്ങനെ പടച്ചവനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനം. ആ ഖുർആൻ്റെ ആഹ്വാനം ഒരു വശത്ത്, മറുവശത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് ആകാശത്തുള്ളവരോട് ആകാശത്തുള്ളവൻ്റെ കരുണ നേടിയെടുക്കണമെന്ന നിർദ്ദേശം. ഈ രണ്ട് നിർദ്ദേശങ്ങളെയും പരിശുദ്ധ ഖുർആനിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച് പടച്ചവനെ മനസ്സിലാക്കുവാനും അങ്ങനെ പടച്ചവനെ അറിഞ്ഞാരാധിക്കുവാനുമുള്ള ഖുർആനിൻ്റെ നിർദ്ദേശവും, അതേപോലെ തന്നെ ഈ ചുറ്റുപാടുള്ള എല്ലാവരോടും എല്ലാ സൃഷ്ടികളോടും കാരുണ്യം കാണിക്കണം, എങ്കിലാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തെയും പ്രയോഗവൽക്കരിക്കാൻ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു. എങ്ങനെ കാരുണ്യം കാണിക്കാമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി രോഗനിദാനങ്ങളെ, നിമിത്തങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഭൂമിയിലെ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവർ ശ്രമിച്ചു. ഇതെല്ലാമാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജിനെ കുറിച്ച് പറയാം. അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടം മുതൽക്ക് 1300കളിൽ മംഗോളിയക്കാർ ബാഗ്ദാദ് നശിപ്പിച്ച ആ കാലം വരെയുള്ള സമയം, ആ ദീർഘകാലത്ത് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗത്തുണ്ടായ വളരെ ശക്തമായ മുന്നേറ്റം, ആ മുന്നേറ്റത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് കേവലം 1-2 ശാസ്ത്രജ്ഞന്മാരിലല്ല, ഒരു സമൂഹം മുഴുവനും
ശാസ്ത്ര പഠനത്തിന് വേണ്ടി, പ്രപഞ്ച പഠനത്തിന് വേണ്ടി, മനുഷ്യർക്ക് കാരുണ്യം എങ്ങനെ നൽകാമെന്നതിന്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ, ചുറ്റുപാടുകളുള്ള ജീവികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയെല്ലാം സ്വന്തം ജീവിതങ്ങളെ ശരിക്കും ത്യാഗത്തോടുകൂടി സമർപ്പിക്കുകയായിരുന്നു അക്കാലഘട്ടത്തിലുള്ള ആളുകൾ. അതാണ് സംഭവിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ആധുനിക ശാസ്ത്രം പോലും ഉണ്ടായി വന്നിട്ടുള്ളത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ബീജാപാപം സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ കേവലമായ ഖുർആനിലെ നിർദ്ദേശങ്ങൾ മാത്രമല്ല, ഖുർആനിൻ്റെ കൃത്യമായ ഉപദേശങ്ങളെ, ചില പ്രത്യേകമായ നിഷ്കൃഷ്ടതകളെ അത് പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും ശാസ്ത്രീയമായി പഠിക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് അൽഗോരിതത്തെക്കുറിച്ച് പറയും. അൽഗോരിതമാണ് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ, നിങ്ങളിത് കാണുമ്പോൾ എല്ലാം തന്നെയുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുടെ പിന്നിലുള്ള അതിൻ്റെ എല്ലാം ഭാഷയെ നമ്മൾ അൽഗോരിതം എന്നാണ് പറയുക. ഈ അൽഗോരിതം യഥാർത്ഥത്തിൽ എങ്ങനെയുണ്ടായതാണ്? അൽഗോരിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അൽഗോരിതം എന്നുള്ള പേര് പോലും അൽ ഖവാരിസ്മി എന്ന പേരിൽ നിന്ന് നിഷ്പന്നമായതാണ്. അൽ ഖവാരിസ്മിയിൽ നിന്ന് അൽഗോരിസം ഉണ്ടായി, അൽഗോരിസത്തിൽ നിന്ന് അൽഗോരിതം ഉണ്ടായി. അൽ ഖവാരിസ്മി ആരാണ്? മുഹമ്മദ് മൂസ അൽ ഖവാരിസ്മി. മുഹമ്മദ് മൂസ അൽ ഖവാരിസ്മി എന്തിനാണ് അൽഗോരിസം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആൾജിബ്ര ഉണ്ടാക്കിയത്? ആൾജിബ്രയുടെ ആദ്യകാലത്തെ പേരാണ് അൽഗോരിസം. എന്തിനാണ് ഉണ്ടാക്കിയത്? അതുണ്ടാക്കിയതിന് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസാഹിലെ 11-12 വചനങ്ങളിലും 176-ാമത്തെ വചനത്തിലും വളരെ 3 വചനങ്ങളിലായി വളരെ സമർത്ഥമായി പരിശുദ്ധ ഖുർആൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഖുർആൻ വലിയൊരു വിജ്ഞാനശാഖ പഠിപ്പിക്കുകയാണ്. അതെന്താണ്? അനന്തരാവകാശ നിയമങ്ങൾ. ഇസ്ലാമിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് അറിവിൻ്റെ പകുതിയായി എന്നുള്ള രൂപത്തിലാണ്. അപ്പം അങ്ങനെ ആ അനന്തരാവകാശ നിയമങ്ങൾ മുഴുവനും 3 ആയത്തുകളിലായ ഖുർആൻ ഒരു ചെപ്പിൽ ഒതുക്കിയതുപോലെ ഒതുക്കിയിരിക്കുകയാണ്. ഈ 3 ആയത്തുകളിൽ നിന്ന് എല്ലാ അനന്തരാവകാശ പ്രശ്നങ്ങളെയും നിർദ്ധരിച്ചെടുക്കാൻ കഴിയും. അത് നിർദ്ധരിച്ചെടുക്കുന്നതിന് വേണ്ടി ഖവാരിസ്മി എഴുതിയ പുസ്തകമാണ് കിതാബുൽ ജബർ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെട്ട അൽ കിതാബുൽ മുഖ്തസർ ഫി ഹിസാബിൽ ജബർ അവൽ മുഖാബല എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം, അതിലെ കിതാബുൽ ജബർ, ആ ജബറിൽ നിന്നാണ് അൽജിബ്ര ഉണ്ടാകുന്നത്. ആ അൽജിബ്രയിൽ നിന്നാണ് അൽഗരിസം ഉണ്ടാകുന്നത്. അൽഗരിസത്തിൽ നിന്നാണ് ഇന്നത്തെ അൽഗരിതം ഉണ്ടാകുന്നത്. എന്തിനാതുണ്ടായത്? പരിശുദ്ധ ഖുർആനിലെ അനന്തരാവകാശ നിയമങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങൾക്കനുസൃതമായി ഓരോരുത്തർക്കും, ഓരോ അവകാശികൾക്കും എത്ര അവകാശം ലഭിക്കും എന്ന് കൃത്യമായി കണക്കാക്കുന്നതിന് വേണ്ടി. അതാണ് അന്നത്തെ ബുദ്ധിജീവികൾ ചെയ്തത് അതിനു വേണ്ടി. അപ്പോൾ ഖുർആനിൻ്റെ നിർദ്ദേശം പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു ശാസ്ത്രശാഖയാണ് ഇന്ന് കമ്പ്യൂട്ടറുകളുടെ, ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ഇത്രയധികം അതിൻ്റെ ഭാഷയായി ഭവിക്കുന്ന അൽജിബ്രക്ക്, അൽഗരിതത്തിനെല്ലാം കാരണമായി ഭവിച്ചത്. എന്നിട്ട് പറയാണ്, ഇസ്ലാമിൽ നിന്നുണ്ടായതല്ല ഇതൊന്നും തന്നെ, മറിച്ച് എന്താണ്, കേവല അറബികൾക്കിടയിൽ ഉണ്ടായൊരു സംഭവമാണ്. ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ട്രിഗ്നോമെട്രിയെക്കുറിച്ച് പറയാറുണ്ട്. ട്രിഗ്നോമെട്രി ഇതേപോലെ അൽ ഖവാരിസ്മിയാണ് ആധുനിക ഒരു മോഡേൺ ട്രിഗ്നോമെട്രിയുടെ പിതാവ് എന്ന് പറയാൻ പറ്റുന്ന ആൾ. ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണത്തിൻ്റെ കോണുകളും വശങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന സയൻസാണ് ട്രിഗ്നോമെട്രി. ഈ ട്രിഗ്നോമെട്രി കോളേജിലും സ്കൂളിലെല്ലാം പഠിക്കുന്ന ആളുകൾക്കറിയാം. ഈ ട്രിഗ്നോമെട്രിയെ ഗോളത്തിൽ ട്രിഗ്നോമെട്രി എങ്ങനെ പ്രയോഗവൽക്കരിക്കാം എന്നുള്ളതാണ് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി. സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയുടെ ആദ്യത്തെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അൽ-ജയ്യാനി. ഇബ്നു മുആദ് അൽ-ജയ്യാനി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അത് എന്തിനാണ് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി ഉണ്ടാക്കിയത്? സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി അന്നുണ്ടാക്കിയത് ലോകത്തിൻ്റെ ഏത് വശത്തു നിന്നും കഅബാലയത്തിൻ്റെ ദിശ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമായിട്ടുള്ള അത് കണക്കാക്കുന്നതിന് വേണ്ടിയാണ്. അത് കണക്കാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അഥവാ ഉരുണ്ട ഭൂമിയുടെ വ്യത്യസ്തങ്ങളായ വശങ്ങളിൽ നിന്ന് ഇപ്പോഴും ഇത്തരം എമുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഖുർആൻ പഠിപ്പിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ പരന്ന ഭൂമിയാണെന്നാണ്. ഉരുണ്ട ഭൂമിയുടെ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി, ഉരുണ്ട ഭൂമിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെ
കഅബാലയത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി, എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, എന്ന് നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സയൻസാണ് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി. പിന്നീടത് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങൾക്കും അത് നിമിത്തമായി തീർന്നു, അത് നിദാനമായി തീർന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിലെ മാനകങ്ങൾ തന്നെയാണ്, ഇസ്ലാമിലെ നിർദ്ദേശം മാത്രമല്ല, ഇങ്ങനെ ഓരോ രംഗത്തുമുള്ള ഇസ്ലാമിൻ്റെ കൃത്യമായ ചില സിദ്ധാന്തങ്ങളും നിർദ്ദേശങ്ങളുമാണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ പണിതിട്ടുള്ളതെന്നുള്ളതാണ്. അത് ഇസ്ലാമിക ലോകത്ത്, ആ ശാസ്ത്ര ലോകത്തുണ്ടായ വമ്പിച്ച മുന്നേറ്റം അത് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രോഡക്റ്റായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന നവോത്ഥാനത്തിൻ്റെ പിന്നിലുള്ള ബൗദ്ധിക കാരണങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് ചരിത്ര പഠനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിലെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് വിളിക്കുന്നത്. ഇസ്ലാമാണ്, ഇസ്ലാം മാത്രമാണ്, മറ്റൊരു അറബ് സംസ്കാരവുമല്ല, മറ്റൊരു സംസ്കാരമല്ല. മറ്റ് സംസ്കാരങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന വൈജ്ഞാനിക ശാഖകളെ പരിഭാഷപ്പെടുത്തുവാനും അറിയാനും മനസ്സിലാക്കുവാനും അങ്ങനെ പ്രപഞ്ചത്തെ അറിയാനും മനുഷ്യരെ സേവിക്കാനുമെല്ലാമുള്ള പ്രചോദനമായി ഭവിച്ചത് പരിശുദ്ധ ഖുർആനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന പ്രയോഗം തന്നെയാണ് കൃത്യം. അതാര് എത്ര കണ്ണടച്ചാലും സൂര്യപ്രകാശത്തെ തടുക്കുവാൻ കണ്ണടക്കുന്നത് കൊണ്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക മാത്രമാണ് അത്തരം ആളുകൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.